ഗൈസ് നട്ടന്തിരി വണ്ണം വെച്ചു എന്നൊക്കെ പറയുന്നു. ഈ നല്ല വെയിലുണ്ടല്ലോ ഗൈസ്. അമ്മ ഹലോ ഗൈസ്, ഞാൻ ഈ പേപ്പർ ബാഗും തൂക്കി എങ്ങോട്ടാണ് ഈ വഴിയോരത്തിലൂടെ നടന്നു പോകുന്നതല്ലേ? ആസ് യൂഷ്വൽ നേരെ ഓഫീസിലേക്കാണ്. പക്ഷേ ഈ പേപ്പർ ബാഗിനുള്ളിലൊരു സാധനമുണ്ട്. ഞാൻ ഈ പോകുന്നതിന് ലക്ഷ്യമുണ്ട്. ലക്ഷ്യമല്ലല്ലോ, ഇപ്പോൾ പറയാൻ എന്താ കാര്യമൊന്ന് നടന്നോട്ടെ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ വീഡിയോസും കാണണം. ഓക്കെ, ഞാൻ ഇന്ന് ഓടി വന്നതാണ് ഗൈസ്. കാരണം ഓഫീസിൽ ഓൾറെഡി ഇച്ചിരി ലേറ്റായി. അപ്പോൾ നേരെ ഓടിയപ്പോൾ ഞാൻ ഒത്തിരി വീഡിയോ എടുത്തിട്ട് ഇറങ്ങാം. നല്ല സൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ റോഡിൻ്റെ ഇവിടെ നിന്നിട്ടാണ്, കാരണം ഓൾറെഡി വണ്ടി പോകുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ എൻ്റെ പിള്ളേർ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി വരുന്നത്. അവരുടെ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാനൊരു ടീച്ചറായിരുന്നു ഗൈസ്. അപ്പോൾ എൻ്റെ ഞാനൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചറായിരുന്നു. അപ്പോൾ ഓൾറെഡി അവിടുത്തെ എൻ്റെ ഒരു ബാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി അവരുടെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അവർക്ക് കോൺവെക്കേഷന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ, അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി അവർ വരുന്നുണ്ട്. അന്ന് ഓൾറെഡി അവർ എന്താ പറയാൻ വന്നത്, അവർക്ക് ഓൾറെഡി അവർ ഓൾറെഡി എനിക്ക് യൂട്യൂബിൽ അവർ കാണിക്കണം അന്ന് പറയുന്നു. അന്നും യൂട്യൂബ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടും ബുള്ളറ്റാന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടും എല്ലാം കൊണ്ടുകൂടെ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവരെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതാണ് സത്യം. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു അവർ വരുമ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, ജസ്റ്റ് ഒരു വ്ളോഗ് ആക്കാമെന്ന് വെച്ചു. അപ്പം ഉച്ചക്കത്തേക്ക് അവർ എത്തുന്ന പറഞ്ഞേക്കുന്നത് തമ്പുരാൻ അറിയാം എന്നുള്ള കാര്യം. അവന്മാരെ വാക്കും പഴഞ്ചാക്കും ഒരേ കണക്കാണ്, അത് വേറെ സത്യം. അപ്പോൾ എന്നതാ, അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഓക്കെ ഇനിയിപ്പോൾ ഞാൻ അവർ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിച്ചില്ല. ഉച്ചക്കത്തേക്ക് വരുന്ന പറഞ്ഞേക്കുന്നത് വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ എൻ്റെ ഒരു ബാച്ചിൽ ഒരു 4 പേരാണെന്ന് തോന്നുന്നു വരുന്നത്. അപ്പോൾ അവന്മാരെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, ബൈ, ടാറ്റാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഗൈസ്, ഇവന്മാരുടെ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ലെന്ന്. ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞ ടീംസ് വൈകുന്നേരം ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ എത്തിയിട്ടുണ്ട്. ഞാൻ ഇവന്മാരെ പരിചയപ്പെടുന്നതിന് മുന്നേ ആയിട്ട് ഇവന്മാർ ഒരു ഇൻ്റർവ്യൂ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. പിന്നെ പറഞ്ഞു ഹലോ, ഞാൻ മുഹമ്മദ് ആസിഫ്. നമ്മുടെ റേറ്റ് കുറവായിട്ടാണ് അതുപോലെ ചൂസ് ചെയ്തത്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 3 ആൾക്കാരുണ്ട്. ഒരാൾ പിന്നെ നാടിൻ്റെ അടുത്തുനിന്നാണ്. പിന്നെ ഞങ്ങളെ മിസ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ മിസ് ഫ്രണ്ട്ലി ആണ്. നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെ മാതിരിയാണ്. മിസ്സിനായിട്ട് മിസ്സായി കണ്ടിട്ടില്ല. ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ടുള്ളൂ. 4 ആൾ ഒരേ കമ്പനിയാണ്, ബ്ലൂ സ്റ്റാറിന്റെ ഡോക്യുമെന്റേഷൻ. ഓരോരുത്തരും ഓരോ സെക്ഷനൊക്കെ ആക്കിയേക്കാണ്. ഇനി പറയൊന്നുമില്ലല്ലോ, ഹാപ്പിയാണ്. ഹാപ്പിയാണ് ചോദിച്ചോട്. അതേ ഗൈസ്, അവോദിയിലെ പിള്ളേരാണ്, എൻ്റെ സ്വന്തം സ്റ്റുഡൻസാണ്. ഇതിലിപ്പോൾ ആസിഫില്ല. ആസിഫ് ഓൾറെഡി ഒരു അവന് വർക്കുള്ള കാരണം അവന് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കൂടെ വന്നേക്കുന്നത് ഷിബിനാണ്. ഇത് അവന്മാരുടെ നാട്ടിലുണ്ടായിരുന്ന ഫ്രണ്ടാണ് കേട്ടോ. അപ്പം സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി കൂടെ വന്നതാണ്. ഇവന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ 2 മുർഷിദാണ്. റെഡ് മുർഷിദ് എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ ഇവർ അനുവെന്ന്. അപ്പോൾ ഞാനും അവനെ അനുവെന്നാണ് വിളിക്കുന്നത്. ഇപ്പം വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഹബീബി റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. നമ്മുടെ കലൂർ കത്രിക്കടവുള്ള റെസ്റ്റോറൻറ്റാണ്. അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇവിടെ ഭയങ്കര ഇവിടുത്തെ ഷവായൊക്കെ ഭയങ്കര വലുതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന കോഴിനെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത്. അപ്പം പിന്നെ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ എന്തായാലും ഇവന്മാർ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും ബാക്കിയുള്ള എൻ്റെ സ്റ്റുഡൻസിനെ എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരു ഫീൽഡായിരുന്നു. അതിനിടയ്ക്ക് ഫുഡ് വന്ന് ഗൈസ്. ഞങ്ങൾ ഓർഡർ ചെയ്ത മസാല ഷവായി മന്തിയാണ് വന്നത്. അതിനിടയ്ക്ക് ഒരു അബദ്ധം പറ്റി. കാരണം വെച്ചാൽ അൺലിമിറ്റഡ് റൈസ് ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ റൈസ് വാങ്ങാമെന്നും പറഞ്ഞ് ഹാഫ് വാങ്ങിച്ച് ഞങ്ങൾ റൈസ് വാങ്ങാൻ പ്ലാൻ ചെയ്തു. പക്ഷേ നല്ലത് ഫുള്ള് വാങ്ങിയിട്ട് എക്സ്ട്രാ റൈസ് വാങ്ങുന്നതായിരുന്നു. പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു, എക്സ്ട്രാ റൈസ് കിട്ടി, കുഴപ്പമില്ല, തട്ടിമുട്ടിയൊക്കെ തിന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞെന്താ ഇവന്മാർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മിസ്സ് ആയിട്ട് വഴക്ക് പറയാറുണ്ട്, ഞാൻ പിണങ്ങാറുണ്ട് ഇവന്മാരുടെ അടുത്ത്. പക്ഷേ പഠിക്കുന്ന പിള്ളേരായിരുന്നു ഇതുവരെയുള്ള എൻ്റെ എല്ലാ സ്റ്റുഡൻസിനും. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ എന്തായാലും എല്ലാവരും പരാതി പറയും. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരുപാട് ഓർമ്മകളുള്ളൊരു സ്ഥലമായിരുന്നു അവോദി എന്ന് പറയുന്നത്. കാരണം അതുപോലെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാം അങ്ങനെ തന്നെ. അപ്പം കുറേ പേരുണ്ട്, എല്ലാവരും ഞാനിപ്പോൾ ഒരുപാട് ഓർക്കുന്നുണ്ട്. അപ്പം ഫുഡ് വന്നു തീർന്നു, എല്ലാം വളരെ വളരെ പെട്ടെന്നായിരുന്നു. ഇവന്മാരുടെ അടുത്തായാലും കൊച്ചു പിള്ളേരാണ്, അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫ്രണ്ടെന്നല്ല, എനിക്കൊരു കറക്റ്റ് അനിയൻസ് ഉള്ള ഫീലായിരുന്നു.
ഫുൾ ഹാപ്പി. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ഇവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞു. അതിനിടയ്ക്ക് ആസിഫ് വീഡിയോ കോൾ ചെയ്തു. അപ്പം അത് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അവന്മാർക്ക് ഇന്ന് തന്നെ നൈറ്റ് പോകണമായിരുന്നു, ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പം അവന്മാർ പിന്നെ എന്തൊക്കെയോ എവിടേക്കോ പോകാനുള്ള പ്ലാൻ ഇടായിരുന്നു. ഞാൻ എന്തായാലും ടാറ്റ ബൈ ബൈ പറഞ്ഞു പോന്നു. അത്രേ ഉള്ളൂ ഗൈസ്. ഇതിനിടയിൽ നടന്നത് നമ്മളിവിടെ ഷവായി ഗൈസ് അങ്ങനെ അവന്മാർ പോയി. എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. എനിവേ ഐ എം സോ ഹാപ്പി. പിന്നെ രാത്രി നേരെ ഹോസ്റ്റലിൽ നിന്ന് തുണികഴിയൊക്കെ ആയിരുന്നു. എല്ലാം കഴിഞ്ഞിട്ടാണ് നേരെ കിടക്കാൻ പോയത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ.